ഡിയർ സ്റ്റുഡൻസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് ബികോം SDE സ്റ്റുഡൻസിൻ്റെ ബാങ്കിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതായത് 2018 ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ബ്രാക്കറ്റ്സ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, നാഷണലൈസേഷൻ ഓഫ് മേജർ 14 കമേഴ്ഷ്യൽ ബാങ്ക് വാസ് ഡ്യൂറിങ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 1969, 1980, 1957, 1979. കറക്റ്റ് ആൻസർ 1969, അതായത് 19th July 1969 ആണ്. ദീസ് 14 ബാങ്ക്സ് contained 85% of bank deposits in the country. Second question, money at call and short notice is also known as. Options: capital market, interbank call market, cash credit, MICR. Correct answer interbank call market. Next, third one, MICR is a dash digit code. Options: 11, 9, 5, 16. Correct answer 9. MICR means magnetic ink character recognition. It is a technology used primarily to identify and process checks. പിന്നെ MICR 9 ഡിജിറ്റ് കോഡാണ്. MICR identifies the bank and branch participating in an electronic clearing system, അതായത് ECS. പിന്നെയോ ഇറ്റ് കോംപ്രൈസസ് 3 പാർട്സ് ആണ് ഇതിനുള്ളത്. ദ ഫസ്റ്റ് 3 ഡിജിറ്റ് റെപ്രസെൻറ്റ്സ് ദ സിറ്റി കോഡ്. നെക്സ്റ്റ് 3 ഡിജിറ്റ് റെപ്രസെൻറ്റ്സ് ദ ബാങ്ക് കോഡ്. ആൻഡ് ദ ലാസ്റ്റ് 3 ഡിജിറ്റ് റെപ്രസെൻറ്റ്സ് ദ ബ്രാഞ്ച് കോഡ്. അങ്ങനെ 3 പാർട്സ് ആണ്. അപ്പോൾ 9 ഡിജിറ്റ് കോഡാണ് MICR. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, check in circulation for more than 3 months is A. Options: stale check, antedated check, post-dated check, duly dated check. Correct answer stale check. അതായത് ചെക്കിൻ്റെ കാലാവധി 3 months ആണ്. അപ്പോൾ 3 മാസം കഴിഞ്ഞ ചെക്ക്, കാലാവധി കഴിഞ്ഞത്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, അതാണ് സ്റ്റേൽ ചെക്ക്. ഇനി ആൻറ്റിഡേറ്റഡ് ചെക്ക് മീൻസ് പ്രീവിയസ് ഡേറ്റ് വച്ചുകൊണ്ടുള്ളതാണ്. അതായത് നോട്ട് എക്സീഡിങ് 3 months, 3 മാസത്തിൽ കൂടുതൽ അല്ലാത്ത ഡേറ്റ് ഉള്ളതാണ് ആൻറ്റിഡേറ്റഡ് ചെക്ക്. ഇനി പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് മീൻസ് ഫ്യൂച്ചർ ഡേറ്റ് വെച്ചുകൊണ്ടുള്ളതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. പിന്നെ ഡ്യൂലി ഡേറ്റഡ് ചെക്ക് മീൻസ് കറക്റ്റ് ഡേറ്റ്, ഫോം ഒക്കെ ഉള്ള ചെക്കാണ് ഡ്യൂലി ഡേറ്റഡ് ചെക്ക്. ഓക്കെ, നെക്സ്റ്റ് 5th, 6th, 7th, 8th മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ സൈഡ് വായിക്കാം. 5th കോർ, CORE. 6th ക്രെഡിറ്റ് കൺട്രോൾ. 7 CTS. 8 ബിയറർ ചെക്ക്. അതിൻ്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: ഫസ്റ്റ് ചെക്ക് ട്രങ്കേഷൻ, നെക്സ്റ്റ് മിയർ ഡെലിവറി, നെക്സ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്ക്, ലാസ്റ്റ് MICR. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് 5th വൺ കോർ, CORE. കോർ മീൻസ് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ MICR. നെക്സ്റ്റ് 6th വൺ ക്രെഡിറ്റ് കൺട്രോൾ. കറക്റ്റ് ഓപ്ഷൻ ഷെഡ്യൂൾഡ് ബാങ്ക്. നെക്സ്റ്റ് 7th വൺ CTS മീൻസ് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് കറക്റ്റ് ചെക്ക് ട്രങ്കേഷൻ ആണ്. ലാസ്റ്റ് വൺ ബിയറർ ചെക്ക്. കറക്റ്റ് ഓപ്ഷൻ മിയർ ഡെലിവറി. നെക്സ്റ്റ് ബി പാർട്ടാണ്. ആൻസർ എനി 8 ക്വസ്റ്റ്യൻ, ഈച്ച് ക്യാരീസ് എ വെയിറ്റേജ് ഓഫ് 1. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9, വാട്ട് ഈസ് NPA? 10 വാട്ട് ഈസ് ബാങ്കേഴ്സ് ലീൻ? 11 വാട്ട് ഈസ് ക്രോസിംഗ്? 12 ഡിഫൈൻ ക്യാഷ് ക്രെഡിറ്റ്. 13 വാട്ട് ഈസ് പ്ലഡ്ജ്? 14 വാട്ട് ഈസ് മണി അറ്റ് കോൾ? 15 ഹൂ ഈസ് എ കളക്ടിംഗ് ബാങ്കർ? 16 വാട്ട് ഈസ് കോർ ബാങ്കിങ്? 17 ഡിഫൈൻ ബാങ്കിങ്. 18 ഡിഫൈൻ ലിക്വിഡിറ്റി.
നെക്സ്റ്റ് സി പാർട്ടാണ്. ആൻസർ എനി 6 ഈച്ച് carries a weightage of 2. Question number 19. Discuss general relationship between banker and customer. General relationship between banker and customer. 20. What are the functions of commercial banks? What are the functions of commercial banks? 21. What are the limitations of credit creation? What are the limitations of credit creation? 22. What are the statutory protection according to a paying banker? 23. Write a note on overdraft. 24. Explain principles of sound lending. 25. What is double crossing? 26. What is plastic money? Next D പാർട്ടാണ്, എസ് എ പാർട്ടാണ്. ആൻസർ എനി 2 ഈച്ച് carries a weightage of 4. Question number 27. Critically discuss the functions of Reserve Bank of India. 27. Critically discuss the functions of Reserve Bank of India. 28. Explain the role of commercial banks in economic development. The role of commercial banks in economic development. 29. Discuss the latest technology in banking. Last one, 29. Discuss the latest technology in banking. Okay, thanks.